ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഹദ്രസ് ദുരന്തത്തിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. ഭോലെ ബാബയുടെ പേരില്ല. അപകടത്തിന് കാരണം സംഘാടകരുടെ വീഴ്ച. ഉക്രൈനിൽ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യയുടെ മിസൈൽ ആക്രമണം. 7 പേർ കൊല്ലപ്പെട്ടു. യേശുവിനെ കാണിക്കാമെന്ന് പറഞ്ഞ് 400 പേരെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തി. കെനിയൻ പാസ്റ്റർക്കെതിരെ തീവ്രവാദ കേസിൽ വിചാരണ തുടങ്ങി. കേരളീയം പരിപാടി വീണ്ടും നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഈ വർഷം ഡിസംബറിൽ. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. വാർത്തകൾ വിശദമായി. ഹദ്രസ് ദുരന്തത്തിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. ഭോലെ ബാബയുടെ പേരില്ല. അപകടത്തിന് കാരണം സംഘാടകരുടെ വീഴ്ച. ഹദ്രസ് ദുരന്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. ആൾ ദൈവം ഭോലെ ബാബയുടെ പേര് ഒഴിവാക്കിയാണ് റിപ്പോർട്ട്. അപകടത്തിന് കാരണം സംഘാടകരുടെ വീഴ്ചയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ ജനങ്ങളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു. സംഘാടകർ സ്ഥലത്ത് മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും 300 പേജുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്വയം പ്രഖ്യാപിത ആൾ ദൈവം സാഗർ വിശ്വ ഹരി ഭോലെ ബാബയുടെ പ്രാർത്ഥനാ സംഗമത്തിലാണ് തിരക്കിൽപ്പെട്ട് 121 പേർ ദാരുണമായി കൊല്ലപ്പെട്ടത്. സംഗമത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഉൾപ്പെടെ 128 സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50,000-ലധികം ആളുകൾ ഒത്തുകൂടിയ ചടങ്ങ് അവസാനിക്കുന്നതിനും തൊട്ടുമുമ്പായിരുന്നു രാജ്യത്തെ നടുക്കിയ ഈ ദുരന്തം. യുക്രൈനിൽ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യയുടെ മിസൈൽ ആക്രമണം. 7 പേർ കൊല്ലപ്പെട്ടു. ഉക്രൈനിൽ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ഉക്രൈനിൽ തലസ്ഥാനമായ കിയയിലാണ് സംഭവം നടന്നത്. ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വിവിധയിടങ്ങളിൽ നടന്ന ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. 154 പേർക്കാണ് പരിക്ക്. കിയവിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആശുപത്രി കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടമുണ്ടായി. നിരവധി കുട്ടികളെ കാണാതായിട്ടുണ്ട്. ആക്രമണത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നടങ്കം അപലപിച്ചു. 40-ലേറെ മിസൈലുകളാണ് 5 ഉക്രൈൻ നഗരങ്ങളിലേക്ക് റഷ്യ സേന തൊടുത്തത്. റഷ്യയുടെ അത്യാധുനിക മിസൈലുകളിൽ ഒന്നായ കിൻസാൻ ഹൈപ്പർസോണിക് മിസൈലാണ് പ്രയോഗിച്ചത്. പാർപ്പിട സമുച്ചയങ്ങളിലും സർക്കാർ ഓഫീസുകളിലും മിസൈലുകൾ പതിച്ചു. യേശുവിനെ കാണിക്കാമെന്ന് പറഞ്ഞ് 400 പേരെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തി. കെനിയൻ പാസ്റ്റർക്കെതിരെ തീവ്രവാദ കേസിൽ വിചാരണ തുടങ്ങി. യേശുവിനെ കാണിക്കാമെന്ന് പറഞ്ഞ് 400-ലധികം വരുന്ന അനുയായികളെ പട്ടിണിക്കിട്ട് കൊന്ന കെനിയൻ സ്വയം പ്രഖ്യാപിത പാസ്റ്റർക്കെതിരെ തീവ്രവാദം കുറ്റം ചുമത്തി. കെനിയൻ പാസ്റ്ററായ പോൾ എന്തെങ്കെ മെക്കൻസിയാണ് വിചാരണ നേരിടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തുറമുഖ നഗരമായ മൊംബാസയിലാണ് കോടതിയിൽ 94 കൂട്ടുപ്രതികൾക്കൊപ്പമാണ് മെക്കൻസി ഹാജരായത്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് മതപ്രഭാഷകനും പ്രാർത്ഥനാ സംഘത്തിൻ്റെ നേതാവുമായ മെക്കൻസി അറസ്റ്റിലാകുന്നത്. ക്രിസ്തുവിനെ കാണാമെന്ന് പറഞ്ഞ് തൻ്റെ അനുയായികളെ കെനിയയിലെ മലിൻഡി നഗരത്തോട് ചേർന്ന വനമേഖലയിൽ പട്ടിണി കിടന്ന് മരിക്കാൻ ആഹ്വാനം ചെയ്തു. വനമേഖലയിൽ നിന്ന് 400ഓളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഷാക്കഹോള കൂട്ടക്കൊല എന്ന പേരിലാണ് ഈ സംഭവം നിലവിൽ അറിയപ്പെടുന്നത്. കൂടുതൽ പേരും പട്ടിണി കിടന്നാണ് മരിച്ചതെങ്കിലും കുട്ടികളടക്കമുള്ള ചിലർ കഴുത്തിനരിച്ചും ശ്വാസം മുട്ടിയും മർദ്ദനമേറ്റും മരിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. കേരളീയം പരിപാടി വീണ്ടും നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഈ വർഷം ഡിസംബറിൽ. ആഗോളതലത്തിൽ കേരളത്തിന്റെ വികസന മാതൃകയും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആവിഷ്കരിച്ച കേരളീയം പരിപാടി വീണ്ടും നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഈ വർഷം ഡിസംബറിലാകും കേരളീയം പരിപാടി നടത്തുക. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു പരിപാടി. അവധിക്കാലമായതിനാൽ കൂടുതൽ പേർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് പരിപാടി ഡിസംബറിലാക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനിടെയാണ് സർക്കാർ വീണ്ടും പരിപാടി നടത്തുന്നത്. പരിപാടിയുടെ നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ വർഷം 27.14 കോടി രൂപയാണ് ധനവകുപ്പ് വിവിധ വകുപ്പുകളിലൂടെ അനുവദിച്ചത്. എന്നാൽ ചിലവഴിച്ച തുക ഏതിനത്തിലാണെന്നും സ്പോൺസർഷിപ്പ് കണക്കുകൾ സംബന്ധിച്ച വിവരവും സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.